വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വരക്കാൻ പോകുന്നത് ഒരു അരയന്നം അല്ലെങ്കിൽ ഒരു താറാവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബുക്കും ഒരു പെൻസിലും റബ്ബറും ആണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചല്ലേ നമ്മൾ വരക്കാറ്, പക്ഷെ ഇത് ഇങ്ങനെ പിടിച്ച് ഒരു 6 വരക്കണം കേട്ടോ. തിരിച്ചു പിടിച്ചിട്ട് ഒരു 6 വരക്കാം. എന്താ നമ്മ തിരിച്ചു വരച്ച് ഒരു 6 വരച്ചിട്ടുണ്ട്. ഇനി അത് തിരിച്ചു വെക്കാം. അപ്പൊ ഇതൊരു 9 ഒരു കഴുത്ത് പോലെ ആയില്ലേ. ഇനി നമുക്ക് എന്താ ഇതിന്റെ ചുണ്ട് ഇവിടെ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ചുണ്ട് വരച്ച് ഇനി കഴുത്തിന് ഒരു ലൈനും കൂടി ഇങ്ങനെ വരച്ചു കൊടുക്കണ്ടേ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു റൗണ്ട് പോലെ ആക്കി കൊടുക്കാം. ഇതാ ഇങ്ങനെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്തൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ നോക്കിക്കോ എങ്ങനെയാ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു റൗണ്ട് പോലത്തെ ഷേപ്പിൽ, പിന്നെ ഇവിടെ ലൈനും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ഈ വാലിന് ഇത്തിരി ആയിട്ടൊന്ന് ലൈനും കൊടുത്തു നോക്കിയാലോ. അപ്പൊ ഒരു ടെയിലിന്റെ ചെറിയ ലുക്കൊക്കെ കിട്ടൂലേ. നോക്കാം. അപ്പൊ നമ്മുടെ ടെയിലിന് ചെറിയ വാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെയിലിന് ചെറിയ വാലിന് നമ്മ ചെറിയ വരയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ചിറക് പോലെ വരക്കാം. അപ്പൊ നമ്മുടെ ഈ പടത്തിന് നമ്മ ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ണും കൂടി ഇവിടെ വരച്ചു കൊടുത്താലോ. അപ്പൊ ഇതൊരു താറാവായിട്ടുണ്ട്. ഇത് നമുക്ക് കാല് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫിനിഷിങ് കഴിയും. പിന്നെ ചുണ്ടിനൊരു വരയും കൂടെ കൊടുക്കാം. അപ്പൊ ലാസ്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാവേ. അപ്പൊ നമ്മ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഡിസൈൻ വർക്കും കൂടെ ചെയ്തിട്ടുണ്ടേ. അപ്പൊ നോക്കിയാലോ. ഇതാണ് കേട്ടോ അതിന്റെ ഫിനിഷിങ് ലുക്ക്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാൻ? ശരിക്കൊരു ഞാൻ ഉദ്ദേശിച്ചത് ഒരു താറാവ് ഇവിടെ മേഘത്തിന്റെ ഒരു സണ്ണി ആയിട്ടുള്ള ദിവസം നിൽക്കുന്നതാണ്. വേണമെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഡിസൈൻ വർക്ക് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ എനിക്ക് സമയമില്ല, കളറൊന്നും ചെയ്യാൻ സമയമില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ ബാക്കിയുള്ള വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. Bye.